പരീക്ഷാ ചോദ്യപേപ്പറിന് പകരം ഉത്തരസൂചിക നൽകി PSC. സർവേ വകുപ്പിലെ വകുപ്പുതല പരീക്ഷയിലാണ് ഗുരുതര പിഴവ്. സൂപ്രണ്ട് തസ്തികയിലേക്കുള്ള പ്രമോഷന് വേണ്ടിയാണ് പരീക്ഷ എഴുതാനെത്തിയത് 200-ലധികം ആളുകളാണ്. രശ്മി കാർത്തിക ചേരുന്നു. രശ്മി, അങ്ങേറ്റവും ഗുരുതരമായ പിഴവ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ചോദ്യപേപ്പറിന് പകരം ഉത്തരസൂചിക നൽകുന്ന PSC എങ്ങനെ വിലയിരുത്താം? ഗുരുതരമായിട്ടുള്ള വീഴ്ച തന്നെയാണ് ഇപ്പോൾ PSCയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. സർവേ വകുപ്പിലെ വകുപ്പുതല പരീക്ഷയിലാണ് ഈ ഗുരുതര പിഴവ് സംഭവിച്ചിരിക്കുന്നത്. സൂപ്രണ്ട് തസ്തികയിലേക്കുള്ള പ്രമോഷന് വേണ്ടിയാണ് പരീക്ഷ നടത്തിയത്. 3 കേന്ദ്രങ്ങളാണ് ഉണ്ടായിരുന്നത്. ഒന്ന് തിരുവനന്തപുരം, മറ്റൊന്ന് എറണാകുളം, കോഴിക്കോട്. ഈ 3 കേന്ദ്രങ്ങളിലാണ് പരീക്ഷ നടന്നത്. രാവിലെ പരീക്ഷയ്ക്കായി സർവേ വകുപ്പിലെ ഉദ്യോഗസ്ഥർ എത്തിയ സമയത്താണ് ഇത്തരത്തിൽ ഈ ചോദ്യപേപ്പർ ലഭിച്ച സമയത്ത് ചോദ്യവും ഉത്തരവും ഒരുമിച്ച് ഉള്ള പേപ്പറാണ് ഇവർക്ക് കൈമാറിയിരിക്കുന്നത്. സാധാരണ 6 മാസം കൂടുമ്പോഴാണ് ഈ സൂപ്രണ്ട് തസ്തികയിലേക്കുള്ള പ്രൊമോഷന് വേണ്ടി പരീക്ഷ നടത്തുക, സർവേയർമാർക്ക് പരീക്ഷ നടത്തുക. പക്ഷേ അതിപ്പോ 2 വർഷത്തിന് ശേഷമാണ് ഈ പരീക്ഷ നടത്തുന്നത്. അപ്പോൾ ഈ പരീക്ഷയിൽ തന്ന ഈ ചോദ്യപേപ്പർ, അതിൽ ചോദ്യത്തിനൊപ്പം ഉത്തരം കൂടി ഉള്ളതിനെ തുടർന്ന് പിന്നാലെ ഈ പരീക്ഷ റദ്ദ് ചെയ്യുകയായിരുന്നു. അപ്പോൾ ഇവർ പറയുന്ന ഒരു കാര്യം, ഇത്രത്തോളം വൈകി 6 മാസത്തിൽ ഒരിക്കൽ നടത്തേണ്ട പരീക്ഷ 2 വർഷം കഴിഞ്ഞ് നടത്തുന്നു എന്നത് തന്നെ വലിയ പ്രശ്നമാണ്. അപ്പോൾ 2 വർഷത്തിൽ നടത്തുന്ന പരീക്ഷയിൽ വീണ്ടും ഈ ഒരു പിഴവ് സംഭവിച്ചിരിക്കുന്നു. ഇനി എപ്പോൾ പരീക്ഷ ഉണ്ടാകുമെന്ന് പോലും അറിയത്തില്ല എന്നുള്ള ഒരു ആശങ്കയുണ്ട്. മാത്രമല്ല ഇത് പ്രൊമോഷൻ ഉൾപ്പെടെ വലിയ രീതിയിൽ ബാധിക്കും എന്നുള്ളതും ഇന്ന് പരീക്ഷ എഴുതാൻ എത്തിയ സർവേയർമാർ ആരോപിക്കുന്നത്. ഏതായാലും ഗുരുതരമായിട്ടുള്ള ഒരു പിഴവാണ് ഇന്ന് PSCയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത്. ശരി, രശ്മി കാർത്തികയാണ് വിവരങ്ങൾ നൽകിയത്. കേരള സർവകലാശാല MBA വിദ്യാർത്ഥികളുടെ ഉത്തരക്കടലാസ് കാണാതായ സംഭവത്തിൽ അടിയന്തര യോഗം വിളിച്ച് VC. നടന്നത് ഗുരുതര വീഴ്ചയെന്നും VC ഡോക്ടർ മോഹൻ കുന്നുമേൽ. അന്വേഷണം ആവശ്യപ്പെട്ട വിദ്യാർത്ഥി സംഘടനകൾ കേരള സർവകലാശാലയിൽ നിന്നാണ് ഉത്തരക്കടലാസുകൾ കാണാതായത്.